വെൽക്കം ടു ചാപ്റ്റർ 1 സിവിൽ. ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ കുറച്ച് വാല്യൂസ് ഇങ്ങനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം. കാരണം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് വാല്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് പലപ്പോഴും മാറിപ്പോവും. ചില വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. അപ്പം അങ്ങനെ കുറച്ച് വാല്യൂസ് മാത്രം, എല്ലാം അല്ല, കുറച്ച് വാല്യൂസ് നമുക്ക് ഓർത്തിരിക്കാനുള്ള ചെറിയൊരു ടിപ്പുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു ചാപ്റ്റർ 1 സിവിൽ. ആദ്യം തന്നെ പറയുന്നത് ഒരു 1 to 1.5 എന്ന ആൻസർ വരുന്ന യൂണിറ്റ് വേറെ ആയിരിക്കും. പക്ഷേ ഈ റേഞ്ച് 1 to 1.5 ആവാം, അല്ലെങ്കിൽ 10, 15 ആവാം. ആ നമ്പർ 1ഉം 1.5ഉം ഡിജിറ്റ് വരുന്ന നമ്പറുള്ള കുറെ വാല്യൂസ് നമുക്ക് പല പല സബ്ജക്ട്സിലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ വാല്യൂസ് വരുന്ന കുറച്ച് എന്താ പറയാ ഓർത്തിരിക്കേണ്ട കുറച്ച് വാല്യൂസിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് ടേംസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ്റ്റിമേഷനിലെ ഒരു കാര്യമാണ്. അതായത് എമൗണ്ട് പ്രൊവൈഡഡ് ഫോർ ടൂൾസ് ആൻഡ് പ്ലാൻസ്. ആ ടൂൾസ് പ്ലാൻസിന് വേണ്ടിയിട്ട് നമ്മളുടെ ടോട്ടൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത എസ്റ്റിമേറ്റഡ് കോസ്റ്റിന്റെ 1 to 1.5 ആണ് നമ്മൾ ടൂൾസ് ആൻഡ് പ്ലാൻസിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വെക്കാറ്. ഇത് ഓൾറെഡി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ ഈ വാല്യൂ എന്ന് പറയുന്നത് 1 to 1.5 ആണ്. ഇവിടെ വന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത 1 to 1.5 വരുന്നത് ഫയർ ഡിമാൻഡ് മിനിമം. നമ്മൾ ഫയർ ഡിമാൻഡ് പഠിക്കാറുണ്ട് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ. അതിൽ മിനിമം വാട്ടർ പ്രഷർ വേണ്ടത്, ഫയർ ഡിമാൻഡിൽ വേണ്ട മിനിമം വാട്ടർ പ്രഷർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, 1 to 1.5. ഇവിടെ നമ്മളെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൂൾസ് ആൻഡ് പ്ലാൻസിന് വേണ്ടിയിട്ട് നീക്കി വെക്കേണ്ട തുക 1 to 1.5% ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് ആണ്. ഇവിടെ അത് 1 to 1.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. അത്രയെങ്കിലും പ്രഷർ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഫയർ ഡിമാൻഡ് ഒരു മിനിമം പ്രഷർ ഇത്രയെങ്കിലും വേണം. ഇത് നമ്മൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ തന്നെ പഠിക്കുന്നതാണ്. അടുത്തതും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. ദ പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ഫ്ലൂറൈഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ. നമുക്കറിയാം ഡ്രിങ്കിങ് വാട്ടറിൽ കുറെ പെർമിസിബിൾ ലിമിറ്റ്സ് നമ്മൾ പഠിക്കാറുണ്ട്. അയണിന്റെ, ക്ലോറിന്റെ, സൾഫേറ്റിന്റെ, ഡിസോൾഡ് സോളിഡ്സിന്റെ എല്ലാം. അതിൽ ഫ്ലൂറൈഡിന്റെ പെർമിസിബിൾ ലിമിറ്റ് വരുന്നത് സെയിം തന്നെയാണ്, 1 to 1.5 യൂണിറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കാം, മില്ലിഗ്രാം പെർ ലിറ്റർ ഓർ പാർട്സ് പെർ മില്യൺ, ppm. അപ്പോൾ 1 to 1.5 ppm ആണ് ഫ്ലൂറൈഡിന്റെ പെർമിസിബിൾ ലിമിറ്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ. അപ്പൊ നമ്മൾ മൂന്നെണ്ണാണ് ഇപ്പൊ ഇതുവരെ പഠിച്ചത്. ടൂൾസ് ആൻഡ് പ്ലാൻസിന്റെ ടോട്ടൽ കോസ്റ്റിൽ എത്ര പെർസെന്റേജ് ആണ്, 1 to 1.5% ആണ് നമ്മൾ ടൂൾസ് ആൻഡ് പ്ലാൻസിന് വേണ്ടി നീക്കി വെക്കാറ്. വാട്ടർ പ്രഷർ മിനിമം ഫയർ ഡിമാൻഡിന് വേണ്ടത് 1 to 1.5 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. ഫ്ലൂറൈഡിന്റെ പെർമിസിബിൾ ലിമിറ്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഇസ് 1 to 1.5 ppm. നെക്സ്റ്റ് പറയാൻ പോകുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ തന്നെ അക്കോസ്റ്റിക്സിലെ ഒരു പാർട്ടാണ്. നമ്മൾ നോയ്സ് പൊല്യൂഷനിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു പ്രീവിയസ് IAS ക്വസ്റ്റ്യൻ കൂടിയാണ്. ബെസ്റ്റ് റിവർബറേഷൻ ടൈം എന്ന് വെച്ചാൽ നമ്മൾ ഹോളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ബെസ്റ്റ് റിവർബറേഷൻ ടൈം ആയിട്ട് നമ്മൾ എടുക്കുന്നതും 1 to 1.5 സെക്കൻഡ്സ് ആണ്. നിങ്ങൾ യൂണിറ്റ് മാത്രം നമ്മൾ ഡിഫറെന്റ് ആവുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധ വെച്ചേക്കുക. അക്കോസ്റ്റിക്സിൽ ബെസ്റ്റ് റിവർബറേഷൻ ടൈം എന്നറിയപ്പെടുന്ന ടൈം എന്ന് പറയുന്നത് 1 to 1.5 സെക്കൻഡ്സ് ആണ്. അടുത്തത് ഓക്സിഡേഷൻ പോണ്ടിന്റെ ഡെപ്ത്. നമുക്കറിയാം എയറോബിക് ഡൈജഷനിലെ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ എയറോബിക് ഡൈജഷനിൽ വരുന്ന പാർട്സ് ആണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്, ട്രിക്ലിംഗ് ഫിൽറ്റർ, ഓക്സിഡേഷൻ പോണ്ട് എന്നൊക്കെ. അതിൽ ഓക്സിഡേഷൻ പോണ്ടിന്റെ ഡെപ്ത് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, 1 to 1.5 മീറ്റേഴ്സ് ആണ്. അത്രയും മീറ്റേഴ്സ് ആണ്, സെന്റിമീറ്റർ അതിങ്ങനെ മാറിപ്പോരുത്. ഈ വാല്യൂ ഓർത്തിട്ട് അതിന്റെ യൂണിറ്റ് കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഏകദേശം അല്ലേ, ഓരോ ഓക്സിഡേഷൻ പോണ്ടിന് ഏകദേശം എത്ര ഡെപ്ത് ആയിരിക്കും, 1 മീറ്ററോ 1.5 മീറ്ററോ. അപ്പൊ 1 to 1.5 മീറ്റേഴ്സ് ആണ് ഓക്സിഡേഷൻ പോണ്ടിന്റെ ഡെപ്ത് വരുന്നത്. നെക്സ്റ്റ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് വീണ്ടും. സ്ക്രീൻസ് നമ്മൾ ആദ്യത്തെ പ്രിലിമിനറി വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന്റെ പ്രിലിമിനറി ട്രീറ്റ്മെന്റിൽ പെടുന്നതാണ് ഈ സ്ക്രീൻസ്, പിന്നെ ഡെട്രീഷ്യസ് ടാങ്ക്, പിന്നെ ഫ്ലോട്ടിംഗ് ചേംബർ എല്ലാം, ഫ്ലോട്ടിംഗ് ടാങ്ക് അല്ല. അതിൽ വരുന്ന ആദ്യത്തെ സ്ക്രീൻസ് എന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് വെച്ചിട്ട് അതിൽ നിന്ന് ഈ നെറ്റിലൂടെ കടന്നു പോകാത്ത പാർട്ടിക്കിൾസ് എല്ലാം ആദ്യം റിമൂവ് ചെയ്തെടുക്കും. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ആ ടാങ്കിന്റെ ഡെപ്തും നമ്മൾ സാധാരണ കീപ്പ് ചെയ്യാറുള്ളത് 1 to 1.5 മീറ്റേഴ്സ് തന്നെ.
നെക്സ്റ്റ് തിൻ സിലിണ്ടർ. ഇത് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കുന്നതാണ്. നമുക്ക് തിൻ സിലിണ്ടർ ഓർമ്മയില്ലേ, നമ്മുടെ ഹൂപ്പ് സ്ട്രെസ് എല്ലാം വരുന്നത്, അവിടെ പ്രിഡോമിനന്റ് ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് ഹൂപ്പ് സ്ട്രെസ് ആണ്. അപ്പം നമ്മൾ ഒരു സിലിണ്ടറിനെ തിൻ സിലിണ്ടർ എന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ തിക്നെസ് ഇന്റേണൽ ഡയമീറ്ററിന്റെ DI/10 to DI/15, ഇന്റേണൽ ഡയമീറ്ററിന്റെ 10-1 to 15-1 േക്കാൾ കുറവാണ് അതിന്റെ തിക്നെസ് എങ്കിൽ നമ്മൾ വിളിക്കുന്നതാണ് തിൻ സിലിണ്ടർ എന്ന്. ഇവിടെ 10 or 15 ആ 2 ഡിജിറ്റ്സ് വരുന്നോണ്ടാണ് നമ്മൾ ഇതും കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ആ തിക്നെസ് ഗ്രേറ്റർ ദാൻ DI/10 to DI/15 ആണെങ്കിൽ അതിനെ തിക്ക് സിലിണ്ടർ എന്നും വിളിക്കും. നമുക്ക് തിൻ സിലിണ്ടർ തിയറിയാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. ഇനി ട്രെഞ്ച് ഫിൽ, ഇൻസിറ്റു പൈലിംഗ്, അതിനൊക്കെ വേണ്ട സ്ലംപ് വാല്യൂ. അപ്പോൾ സ്ലംപ് ടെസ്റ്റ് നമ്മൾ അവിടെ പഠിക്കുന്ന കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ കുറേ സ്ലംപ് വാല്യൂസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഇൻസിറ്റു പൈലിംഗും അതുപോലെ തന്നെ ട്രെഞ്ച് ഫില്ലിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സ്ലംപ് വാല്യൂ എന്ന് പറയുന്നത് 100 to 150 mm ആണ്. അതിൽ നിങ്ങൾക്ക് 10 to 15 സെന്റിമീറ്റർ എന്ന് വേണമെങ്കിൽ പഠിക്കാം. വാല്യൂ ഈ ഡിജിറ്റ്സ് ആണ് നമ്മൾ ഇങ്ങനെ ഒരേപോലെ വരുന്നതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ കൺവീനിയന്റ് ആയിട്ടുള്ള യൂണിറ്റ്സിൽ പഠിക്കാം. പക്ഷെ മറന്നു പോകരുത്, യൂണിറ്റ് ഏതാണെന്ന് മറന്നു പോകരുതെന്ന് മാത്രം. അടുത്തത് വരുന്നത് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ഫോർ ലോമി സോയിൽ. ഇത് നമ്മൾ ഇറിഗേഷൻ എന്നുള്ള ഒരു പോയിന്റ് ആണ്. PWP അല്ലെ, പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്നാണ്. ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെടിയിൽ നമ്മൾ ഇനി എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല, അതിന് ഇനി ആ ഒരു ആക്റ്റീവ് ഗ്രോത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ഫോർ ലോമി സോയിൽ, നമ്മൾ ലോമി സോയിലാണ് ഏറ്റവും ഇറിഗേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ. അതിൽ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 10 to 15% ഓഫ് ദി അവൈലബിൾ വാട്ടർ ആണ്. അപ്പം ഒരു സോയിലിന് എത്ര ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അതിന്റെ 10 to 15% ആണ് അതിന്റെ പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ഇതിലും താഴെ വെള്ളം, ആ സോയിലിലെ വെള്ളം നമ്മളെ താഴോട്ട് പോകാൻ വേണ്ടി അനുവദിക്കാൻ വേണ്ടി പാടില്ല. പോയി കഴിഞ്ഞാൽ അത് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റും കടന്നു പോകും. പിന്നെ ചെടി നല്ല ആക്റ്റീവായിട്ട് ഒരു ഹെൽത്തി ഇതിൽ ഗ്രോ ചെയ്യില്ല. സോ ഓർക്കുക, PWP ഫോർ ലോമി സോയിൽ ഇസ് 10 to 15%. ഇനി റെയിൽവേ എന്നാണ് ഒരു 10 to 15 ഒരു ഫാക്ട് വരുന്നത്. റൂളിംഗ് ഗ്രേഡിയന്റ് ഇൻ ഹില്ലി ടെറൈൻ. ഇന്ത്യൻ റെയിൽവേസിൽ നമ്മൾ ഹില്ലി ടെറൈനിൽ അഡോപ്റ്റ് ചെയ്യുന്ന റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, 1/100 to 1/150. ഇത്രയാണ് നമ്മൾ റൂളിംഗ് ഗ്രേഡിയന്റ് ആയിട്ട് ഹില്ലി ടെറൈനിൽ അഡോപ്റ്റ് ചെയ്യുന്ന വാല്യൂ. നെക്സ്റ്റ് എസ്റ്റിമേഷൻ തന്നെയാണ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ. നമുക്കറിയാം കുറച്ച് ഒരു ഓപ്പണിംഗ് സ്പേസ് വേണം ഹൊറിസോണ്ടലി ആസ് വെൽ ആസ് വെർട്ടിക്കലി. അപ്പോൾ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് 10 to 15% ഓഫ് ദി പ്ലിന്ത് ഏരിയ ആണെന്ന് വെച്ചാൽ പ്ലിന്ത് ഏരിയ അപ്പോൾ 100 ഉണ്ടെങ്കിൽ അവിടെ 10 to 15% എന്തായിരിക്കണം, ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയ്ക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയന്റെ വാല്യൂ ഉണ്ട്, അതും പഠിക്കേണ്ടത് തന്നെയാണ്, അത് വേറെയാണ്. ഓക്കെ, അത് 4 to 5 ആണ് വരിക. ഇവിടെ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ 10 to 15. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ്, ഒരു 10-13 നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അത്രയും വാല്യൂസ് 10 to 15 ഒരു റേഞ്ചിൽ വരുന്നതാണ്, അല്ലെ 1, 1.5 അല്ലെങ്കിൽ 100, 150 എന്ന റേഞ്ചിൽ. അപ്പോൾ ആ ഡിജിറ്റ്സ് സിമിലർ ആയിട്ട് വരുന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു 2-3 പ്രാവശ്യം തന്നെ നമ്മളതൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഇങ്ങനെ പഠിച്ചാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ 1-1ഉം 1.5 അല്ലെങ്കിൽ ആ 2 ഡിജിറ്റ്സിന്റെ ഉള്ളിൽ വരുന്ന മറ്റു റേഞ്ചുകളിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള വല്ല പോയിന്റ്സും ഇതുപോലെ ഓർമ്മ വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമന്റിലൂടെ ഒന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു. Thank you. If found useful, subscribe our channel.